പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ലിസ്യു ഹാൾ, ചേലക്കര. ചേലക്കര സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിൽ അച്ഛൻ്റെ 63-ാം ശ്രാദ്ധാചരണം ജൂൺ 9 ചൊവ്വാഴ്ച നടക്കും. ദിനാചരണത്തിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച വരെ വിവിധ ചടങ്ങുകൾ നടക്കും. ജൂൺ 7 ഞായറാഴ്ച മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദൈവാലയത്തിൽ നിന്നും ചേലക്കര സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിലേക്ക് തീർത്ഥാടന പദയാത്രയും ഉണ്ടായിരിക്കുമെന്നും വികാരി ഫാദർ ജയ്സൺ പുലിക്കോട്ടിൽ, സജി മാളിയേക്കൽ, സാജു കരിക്കടത്ത്, തോമസ് പാറേക്കാടൻ, പ്രദീപ് ഉപ്പാംതടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചൻ്റെ 63-ാം ശ്രാദ്ധാചരണമാണ് ജൂൺ 9-ാം തീയതി ചൊവ്വാഴ്ച ആചരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് വിശുദ്ധ കുർബാനയും അതിനുശേഷം നേർച്ച ഭക്ഷണവും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അച്ഛൻ്റെ ശ്രാദ്ധത്തിൻ്റെ ഒരുക്കമായിട്ടുള്ള തിരുക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച മെയ് 31-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് വിശുദ്ധ കുർബാനയും കല്ലറയിലെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. ഈ ശ്രാദ്ധം ഏറ്റവും നന്നായിട്ട് നടത്താനായിട്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ 22ഓളം കമ്മിറ്റികൾ ഇതിനു വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ കമ്മിറ്റികളും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും കാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം ഈ വർഷവും നമ്മൾ ഒരുക്കുന്നുണ്ട്. 31-ാം തീയതി മുതൽ മെയ് 31 മുതൽ ജൂൺ 9 വരെ നീണ്ടു നിൽക്കുന്ന ശ്രാദ്ധാചരണ പരിപാടികളിലാണ് ചേലക്കര പള്ളിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിനോടനുബന്ധിച്ച് ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചൻ ചേലക്കരയിലേക്ക് നടത്തിയ പ്രേക്ഷിത യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് മുള്ളൂർക്കരയിൽ നിന്ന് ചേലക്കരയിലേക്ക്, മുള്ളൂർക്കര സെൻറ്റ് ആൻറ്റണീസ് ദേവാലയത്തിൽ നിന്ന് ചേലക്കര സെൻറ്റ് മേരീസ് ഫെറോന ദേവാലയത്തിലേക്ക് തീർത്ഥാടന പദയാത്ര ജൂൺ 7 ഞായറാഴ്ച സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ച് ചേലക്കര സെൻറ്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ രാവിലെ 6:30 ബിജ്നോർ രൂപത അധ്യക്ഷൻ മാർ വിൻസെൻ്റ് നെല്ലായിപ്പറമ്പിൽ പിതാവാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വിശുദ്ധ കുർബാന സെൻറ്റ് ആന്റണീസ് ദേവാലയത്തിൽ, മുള്ളൂർക്കര സെൻറ്റ് ആന്റണീസ് ദേവാലയത്തിൽ. അതിനുശേഷം മുള്ളൂർക്കര ഇടവക വികാരി ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു പദയാത്ര. വൈകുന്നേരം ചേലക്കര ആന്റണിയച്ചൻ്റെ കാപ്പറിടത്തിൽ സമാപിക്കുന്നു. ചേലക്കര പള്ളിയിൽ അന്തോണിയച്ചൻ്റെ നാമകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ശ്രാദ്ധാചരണം ഈ നാട്ടിലെ നാനാജാതി ആളുകൾ പങ്കെടുത്തു വരികയും ഈ വർഷം പൂർവാധികം ഭംഗിയോടുകൂടി ശ്രാദ്ധം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അച്ഛൻ ഈ ചേലക്കരയുടെ കാലഘട്ടങ്ങളിൽ 60-63 കാലഘട്ടങ്ങളിൽ എല്ലാവിധ നാനാജാതി മതസ്ഥർക്കും വേണ്ടി നിലകൊള്ളുകയും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത് പ്രതിഭയാണ്. എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ നാമകരണ പ്രക്രിയ ഇവിടെ നടക്കുകയും അദ്ദേഹത്തിന് എത്രയും വേഗം അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുമെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹം, വിവാഹനിശ്ചയം, പിറന്നാൾ, വാർഷികം, മീറ്റിംഗുകൾ, പഠന ക്ലാസുകൾ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും വേറിട്ട അനുഭവമാക്കാൻ ലിസ്യു ഹാൾ നിങ്ങൾക്കായി തുറന്നു നൽകുന്നു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ഇഷ്ടപ്പെട്ട ഫോട്ടോ ലൊക്കേഷനുകളും ലിസ്യു ഹാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ലിസ്യു ഹാൾ, ചേലക്കര. ഫോൺ 9947771541.